ഇൻഷാ അല്ലാഹ് നമ്മൾ ആ നല്ലവരിൽ പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 വിഭാഗം ആളുകളെ അവരോട് അല്ലാഹു നാളെ പരലോകത്ത് വെച്ച് സംസാരിക്കൂല. നാളെ അന്ത്യനാളിൽ അവരോട് മൈൻഡ് ചെയ്യൂല. നാളെ അന്ത്യനാളിൽ അവർ അല്ലാഹു മൈൻഡ് ചെയ്യൂല. അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം പടച്ച റബ്ബ് നോക്കൂല. അല്ലാ 3 വിഭാഗം ആളുകളാണ് എന്റെ പ്രിയമുള്ളവരിൽ നമ്മൾ പെട്ടുപോകരുത്. ഈ 3 വിഭാഗം ആളുകളെ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അല്ലാഹു നോക്കുക പോലും ചെയ്യില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു സഹാബത്ത്, നബിയേ ആരാണ് അവരെ? മൻ അൻതും യാ റസൂലല്ലാഹ്, നബിയേ അവരാരാണ് റസൂലേ? ആ നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നാമത്തത് വസ്ത്രം നെരിയാനിക്ക് താഴെ ഇറക്കി നടക്കുന്നവനാ. വസ്ത്രം നെരിയാണിക്ക് താഴെ ഇറക്കുന്നവനാണ്. വസ്ത്രം നെരിയാണിക്ക് താഴെ അഹങ്കാരത്തോടെ ഇറക്കുന്നവനാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിലപ്പോ നെരിയാണിക്ക് താഴെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം ഇറക്കൽ നിർബന്ധമാണ്. അങ്ങനെ ആയപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അഹങ്കാരത്തോട് ആരെങ്കിലും നെരിയാണിക്ക് താഴെ വസ്ത്രം മറിക്കരുത്. ഇതെന്താ ചൂലാണ് നമ്മളെ ഒക്കെ അടിച്ചേരി കൊണ്ടുവന്നിട്ടോ അതുകൊണ്ട് തന്നെ പള്ളിക്ക് പോയി നിസ്കരിച്ചു ചെയ്യും. അല്ലാഹുവേ എന്താ അവസ്ഥ! അങ്ങനെയുള്ളവർ നാളെ പരലോകത്ത് എന്നാ ക്യാമനാൾ പടച്ചെറുപ്പാണ് നോക്കിയ ഒരു മൈൻഡ് പോലും ചെയ്യില്ല. വസ്ത്രം നെരിയാണിക്ക് താഴെ ഇറക്കുന്നത് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അത് തെറ്റാണ്, ഹറാമാണ്. ആണുങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിതൊരു നിസ്സാരമായ കാര്യമായി നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതൊക്കെ നമ്മളെ വലിയ ഭാഗ്യങ്ങളും അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ ആ സ്വഭാവമാറ്റം, അഹങ്കാരത്തോടെ എന്തിനാ അത്ര നമ്മൾ ഫ്രീക്ക് എന്താ പതൊക്കെ? ആ ശ്വാസം നമ്മളെ മേലേക്ക് വലിച്ചത് അടിക്ക് വന്നിട്ടില്ല, നിന്നില്ലേ? പിന്നെ നിന്റെ പേര് മൊയ്യത്ത് എന്നാണ്. ഇത് നമ്മൾ നോക്കണം. ആ ചൊറുക്കല, ആ സൗന്ദര്യം, അല്ലെങ്കിൽ ആ നമ്മളെ സൗന്ദര്യം വരുത്തിയ എന്തും അന്നും അങ്ങോട്ടുണ്ടാവില്ല പഠിച്ചോണ്ട് നമുക്ക്. അപ്പോൾ കുറച്ച് ഇതൊക്കെ നമ്മൾ നിര്യാണക്ക് തയ്യാറാക്കി ഫാൻ്റെ പടച്ചോനെ എവിടെ ഉണ്ടാവുക? ഫാൻ്റെ നിസ്കരിച്ച മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് മുമ്പിൽ ഒരാളെ മുമ്പിലോ നിൽക്കണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് അവൻ്റെ ഇതിൻ്റെ പരസ്യം കാണാം. അങ്ങനത്തെ അവസ്ഥയാണ്. ചെറുപ്പം കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിര്യാണക്ക് താഴെ വസ്ത്രം ഇറക്കി അഹങ്കരിച്ച് നടക്കുന്നവന് നാളെ ഖിയാമത്ത് നാളിൽ പടച്ചറബ് നോക്കുക എന്ന് പടച്ചറബിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി കൊണ്ടല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പരലോകത്ത് പടച്ചറബ് നോക്കാത്ത രണ്ടാമത്തെ വിഭാഗമാരാ? കൊടുത്തത് എടുത്ത് പറയുന്നവനാ. നമ്മളെന്തെങ്കിലും സ്വതക്ക് കൊടുക്കുന്നത് ചെയ്താൽ അങ്ങനെ പറയാം. നമുക്ക് അറിയോ? ഇന്നലെ ഇന്ന് പരീക്ഷ എത്തിമങ്ങ എൻ്റെ നമ്മളെ കിടക്ക് വന്നല്ലോ. ആരെ കൊടുത്തു? എനിക്ക് ഞാനാ കൊടുത്ത്. കഴിഞ്ഞു. നമ്മളൊരു നന്മ ചെയ്ത അത് മറ്റൊരാളോട് പറഞ്ഞ ആ നന്മൻ്റെ ഇത് പോയി. നമ്മളൊക്കെ ചിലപ്പോൾ പറയും, ഞാൻ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചു, ഒരു ഒച്ച കേട്ടു പടച്ചോനെ. അത് നമ്മളെന്താ ഒച്ച കേട്ടിന്? ആ തഹജ്ജുദ് നമ്മൾ നീയത്തെന്താ ആ തഹജ്ജുദ് നിസ്കരിച്ചു അറിയട്ടെ. അങ്ങനെ ആയ പിന്നെ അതിന് എന്ത് സ്വീകാര്യത? റിയാം. നമ്മൾ ലോകമാനാവരുത്, മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്, അല്ലാഹുക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിന് പ്രതിഫലം ലഭിക്കില്ല. അത് ഒഴിവായി പോകും. മാത്രമല്ല നാളെ ഖിയാമത്ത് നാൾ പടച്ചറബ്ബാണ് നോക്കൂല. പടച്ചറബ് നോക്കിയില്ലേ? പടച്ചറബിന്റെ കാരുണ്യം ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹിന്റെ കാരുണ്യമില്ലാത്ത ഒരാളും സ്വർഗത്ത് കടക്കൂല. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങനെ തന്നെയാണോ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നെയും അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയാതെ ഞാനും സ്വർഗത്തിൽ കടക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹിന്റെ കാരുണ്യത്തിന് നോട്ടല്ലേ നാളെ പരലോകത്ത് നമ്മളെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ കൊടുത്തത് എടുത്ത് പറയുന്ന സ്വഭാവം അത് നിർത്തിയേക്കാം. പടച്ചറബ് കാത്തിരക്ഷിക്കുമാറാവട്ടെ.
മൂന്നാമതായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ കാരുണ്യം, പടച്ച റബ്ബ് കാരുണ്യത്തോടെ നോക്കാത്ത മൂന്നാമത്തെ വിഭാഗമാരാ? തന്റെ ചരക്കുകൾ കള്ളസത്യം പറഞ്ഞ് വിറ്റഴിക്കുന്നവനാണ്, കച്ചവടത്തിൽ കള്ളത്തരം കാട്ടുന്നവനാണ്. കച്ചവടത്തിൽ കള്ളത്തരം കാട്ടുന്നവനാണ്, കച്ചവടത്തിൽ പറ്റിക്കുക. ഇങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് ഈമാൻ ഇല്ലാതെ മരിക്കുന്നു. കച്ചവടത്തിൽ തൂക്കമള വ്യത്യാസം വരുത്തുക, അങ്ങനെയുള്ളവർക്ക് ഈമാൻ ഇല്ലാതെ മരണമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് കച്ചവടത്തിൽ എന്തിനാ നമ്മൾ കള്ളം പറയുന്നത്? കള്ളം പറയും. ഇപ്പോൾ ഞാനൊരു മൊബൈൽ വിൽക്കുകയാണ്, ഇതിന് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, വാങ്ങി വാങ്ങിയാൽ മതി, നമുക്ക് നിർബന്ധമൊന്നുമില്ല. അല്ല ഇത്ര ഇതാണ് അത്ര ഇതാണ്. നമ്മളിപ്പോൾ പശുവിനെ എന്തിനൊക്കെ വിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം കുറച്ച് പാല് കിട്ടണമെങ്കിൽ നമ്മളെന്ത് പറയും, ഒരു എത്രയോ ഇരട്ടി പാലിട്ടും പറയും. ഇതൊക്കെ നോണയാണ്. നമ്മളെ ചരക്ക് പറഞ്ഞാൽ സാധാ പീഡിത ചരക്ക് മാത്രമല്ല, നമ്മളെ ഭാര്യയുടെ ചരക്കൊക്കെ. അതായത് ഇപ്പോൾ നമ്മളെന്ത് കച്ചവടമാണെങ്കിൽ അതിൽ കള്ളസത്യം പറയും, അതായത് കളവ് പറയും. അല്ലാതെ കളവ് പറഞ്ഞ് വിറ്റഴിച്ചാൽ നാളെ പരലോകത്ത് പടച്ച റബ്ബ് എല്ലാവരും പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ പടച്ച റബ്ബ് നമ്മളെ നോക്കൂല. ഇത് അള്ളാന്റെ ഹബീബാണ് പറഞ്ഞത്, തമാശക്ക് പോലും ഇത് കളവ് പറഞ്ഞിട്ടില്ല. നൂറെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അല്ലാഹു തആല